ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന പലർക്കും മെസ്സേജസ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, നിങ്ങളുടെ ചാനലിൽ 4000 വാച്ച് അവേഴ്സ് ആവാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്നിങ്ങനെ പല പല മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇവരെന്തായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളുടെ ചാനലിൽ വാച്ച് അവേഴ്സ് ഇവർ തരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളത് ലൈവായിട്ട് കാണിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഇവർ നിങ്ങളുടെ ചാനലിന് വ്യൂസ് കിട്ടിത്തരുന്നത്, വാച്ച് അവേഴ്സ് കിട്ടിത്തരുന്നത്, മോണിറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതെന്ന് കാണിക്കാൻ പോവാണ്. ഞാൻ എൻ്റെ പ്രോഗ്രാം റൺ ചെയ്തപ്പോഴത്തേക്ക് ഇതെനിക്ക് 118 വിൻഡോസ് മെഷീൻസ് ക്രിയേറ്റ് ആയി ഇതിനകത്ത്. അതായത് ഞാൻ 118 പേരെടുത്ത് എൻ്റെ വീഡിയോസ് ഒന്ന് കാണാമോ എന്ന് ചോദിക്കുന്ന അതേ എഫക്റ്റാണ് ഞാനിവിടെ 118 വിൻഡോസ് മെഷീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി എങ്ങനെ മെഷീൻസിനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് ഈ മെഷീൻസിൻ്റെ എല്ലാം ഞാൻ IP മാറ്റും. നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാം ഒരു IP ഉണ്ട്. ഇനി ഈ മെഷീൻസിനകത്തെല്ലാം ഞാൻ VPNs റൺ ചെയ്തിട്ടുണ്ടാവും. ഞാൻ കാണിക്കാം, ഒരു മെഷീൻ കാണിക്കാം. അപ്പം അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓപ്ഷനിൽ കൂടെ പോയി മോണിറ്റൈസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇതൊരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്സിന്റെ റിലേറ്റഡ് വീഡിയോസ് ഞാൻ ലിങ്ക് ചേർക്കാം, ഒന്ന് കയറി കാണുക, അല്ലെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കാണുക. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ അതിന്റെ പ്രോഗ്രാമും എഴുതിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രോഗ്രാം ഉണ്ടാക്കിയാണ്. ഇന്നലെ ഞാൻ ആ പ്രോഗ്രാം കമ്പൈൽ ചെയ്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡെമോയ്ക്കകത്ത് ഞാൻ ഒരു 120 യൂസേഴ്സ്, എങ്ങനെയാണ് 120 വ്യൂസ് നമുക്ക് കിട്ടുന്നത്, ഞാൻ 120 യൂസേഴ്സിനെ സിമുലേറ്റ് ചെയ്ത് വ്യൂസ് എങ്ങനെയാണ് കിട്ടുന്നത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എത്ര വേണം ചെയ്യാൻ പറ്റും. എനിക്ക് 600, 700, 1000 എത്ര വേണമെങ്കിലും എനിക്ക് എൻ്റെ പ്രോഗ്രാമിന്റെ കേപ്പബിലിറ്റീസ് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നും ഉണ്ട്. എൻ്റെ ചാനലിൽ നമ്മൾ ചെയ്യുന്നില്ല, അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുമുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ആ പ്രോഗ്രാംസും മനസ്സിലാക്കാം, എങ്ങനെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന ഡീറ്റെയിൽസ് ഫുൾ ഉണ്ട്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ബാംഗ്ലൂരുമായിട്ടുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ്. ബാംഗ്ലൂരിലെ വിശേഷങ്ങളൊക്കെ സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കാത്ത രീതിയിലാണ്, ടെക്നിക്കലായിട്ടല്ലാതെ സിമ്പിളായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ചാനൽ കുറേ വീഡിയോസ് ഉണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിയാമെങ്കിൽ അറിയാം, ഞാൻ എൻ്റെ വീഡിയോസിന് ഞാനൊന്നും ഇങ്ങനത്തെ വഴി എനിക്ക് എനിക്ക് എഴുതാൻ അറിയാം. എന്നിരുന്നാൽ പോലും ഞാനൊരു പ്രോഗ്രാം എഴുതാൻ അറിയാമെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ വഴിയൊന്നും പോകുന്നില്ല. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് ഡെമോ കാണിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചെയ്യാൻ പാടില്ല, ചെയ്ത ഉള്ള കോൺസിക്വൻസ് നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഒന്ന് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനും ബാക്കിയുള്ള ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും അത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ, സൈനിങ് ഓഫ്.